രമേശ് ചെന്നിത്തല ക്യാമ്പിന്റെ വിവരങ്ങൾ അദ്ദേഹം എന്ത് തീരുമാനിച്ചു എന്നറിയേണ്ടതുണ്ട്. ഇന്ദുലേഖ രേണു രമേശ് ചെന്നിത്തലയുടെ വസതിയിലുണ്ട്. ഇന്ദു, രമേശ് ചെന്നിത്തല രാവിലെ ടി.കെ. ഗോവിന്ദൻ മാഷെ കണ്ട് സംസാരിച്ച് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിലെന്താണെന്ന് നമുക്ക് അറിയില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് പ്രവേശനം ഉറപ്പിച്ചിട്ടുണ്ടോ? എന്താണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സൂചന? എന്താണ് അവിടുത്തെ ഒരു മൂഡ്? അഭിലാഷ്, രാവിലെ മുതൽ തന്നെ നേതാക്കൾ ഓരോരുത്തരായി രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഒരു ചർച്ചകളും വെറുതെയല്ല. കാരണം നമ്മളോടൊന്നും തുറന്നു പറയുന്നില്ല. കൃത്യമായി എന്തെങ്കിലും പറയാനുണ്ടോ മാധ്യമങ്ങളോട്, അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്കുണ്ടോ, മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി അയഞ്ഞ ഒരു മറുപടി, അതായത് ഒരു പുഞ്ചിരി നൽകുന്നുണ്ട്. ഇന്നലെ അത്രയും കൂടി ഇല്ലായിരുന്നു. ഒരു മൗനം മാത്രമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ലഭിച്ചിരുന്നതെങ്കിൽ ഇന്നൊരു പുഞ്ചിരിയാണ് ലഭിച്ചിരുന്നത്. ചെറിയ തോതിൽ ഒരു അയവ് വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് മനസ്സിലാവുന്നത് 4 നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ 4 നിബന്ധനകളാണ് രമേശ് ചെന്നിത്തല മുന്നോട്ട് പാർട്ടിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, തനിക്കായ ഒരു മന്ത്രിസ്ഥാനം, അത് ആഭ്യന്തര മന്ത്രിസ്ഥാനം ആണ് ആവശ്യപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് 2 മന്ത്രിസ്ഥാനം തനിക്ക് കൂടെ ഉണ്ടായിരുന്ന, ഒപ്പം ഉണ്ടായിരുന്നവർക്ക് വേണ്ടി, അത് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ടി.ജെ. വിനോദ, അൻവർ സാദത്ത്, അതുപോലെ തന്നെ I.C. ബാലകൃഷ്ണൻ, ഇങ്ങനെ 3 പേര് ആണ് ആ ഒരു ലിസ്റ്റിൽ പേരിലുള്ളത്. അത് കൂടാതെ തന്നെ ജോസഫ് വാഴക്കിന് വേണ്ടി KPCC അധ്യക്ഷ പദവി ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയാതെ പോയിട്ടുള്ള തന്റെ കൂടെയുള്ള അനുയായികൾക്ക് പാർട്ടിയുടെ ബോർഡിൽ കൃത്യമായി അവർ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥാനം. ഇങ്ങനെ 4 നിബന്ധനകളാണ് ഒരാവശ്യമായിട്ട് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നത്. ഈ പറയുന്ന ആഭ്യന്തരമല്ലാതെ മറ്റൊന്നും, നമുക്കറിയാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ആഭ്യന്തര മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന രമേശ് ചെന്നിത്തലയാണ്. അതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞതൊന്നും വേണ്ട എന്നൊരു നിലപാടിൽ രമേശ് ചെന്നിത്തല ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ കേരള രാഷ്ട്രീയം മുഴുവൻ കാത്തിരുന്ന ഒരു കണ്ടുമുട്ടൽ, അതായത് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയുമായി ഇതേ വീട്ടിൽ നടന്നിരുന്നു. അധിക സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10-15 മിനിറ്റത്തെ സംസാരത്തിന് ശേഷം ഇറങ്ങി വന്നപ്പോൾ സൗഹൃദപൂർവ്വമായിരുന്നു, അല്ലെങ്കിൽ ഒരു ചിരിയോടുകൂടിയാണ് ഇരുവരും സംസാരിച്ചിരുന്നതെങ്കിലും ആ ഒരു പിണക്കത്തിൽ ഒരു അയവ് വന്നിട്ടില്ല എന്ന് ഇന്നലെ വൈകുന്നേരത്തെ UDF യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കാതിരുന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. ചർച്ചകൾ ഇനിയിപ്പം ഈ വീടിനകത്താണെങ്കിൽ അൻവർ സാദത്ത് ഉണ്ട്, ജ്യോതികുമാർ ചാമക്കാലയുണ്ട്, അതുപോലെ തന്നെ മറ്റ് ശരത്ചന്ദ്ര പ്രസാദ് ഉണ്ട്, തുടങ്ങിയ നേതാക്കളൊക്കെ ഉള്ളിലുണ്ട്. സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് KC വേണുഗോപാൽ, അതുപോലെ തന്നെ V.D. സതീശൻ എന്നിവർ വീണ്ടും വന്ന് രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു തർക്കം അല്ലെങ്കിൽ ഒരു ചർച്ച അവസാനിച്ച് അതിലേക്ക് ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ അടുത്തത് മന്ത്രിസ്ഥാനത്തേക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ഇങ്ങനെ കോൺഗ്രസ് ഇതിനുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഇപ്പം KC വേണുഗോപാൽ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നായാലും വിവരങ്ങളാണ് ഇന്ദുലേഖ നൽകുന്നത്. രമേശ് ചെന്നിത്തല മന്ത്രിയാകുമോ എന്നുള്ളതിന്റെ സസ്പെൻസ് തുടരുകയാണ്.